ഇനി 3 നാൾ കേന്ദ്രഭരണം സാമൂതിരിയുടെ മണ്ണിലായിരിക്കും. രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ഉറി അക്രമവും ചർച്ച ചെയ്യുന്ന സുപ്രധാന നിമിഷങ്ങൾക്കാണ് കോഴിക്കോട് സാക്ഷ്യം വഹിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് BJP ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം കടവ് റിസോർട്ടിൽ ചേർന്നതോടെ സമ്മേളനത്തിന് തുടക്കമായി. ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. തുടർന്ന് 3 മണിക്ക് ദേശീയ ഭാരവാഹികളുടെയും സംസ്ഥാന പ്രസിഡന്റുമാരുടെയും സംഘടനാ ജനറൽ സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. 24-ന് ഉച്ചവരെ തുടരും പ്രതിനിധികളുടെ ഈ യോഗം. രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ഉറി ആക്രമണവും ഭാരവാഹി യോഗത്തിൽ ചർച്ചയാകും. ഈ യോഗങ്ങളായിരിക്കും ഞായറാഴ്ച ചേരുന്ന ദേശീയ കൗൺസിലിന്റെ അജണ്ട നിശ്ചയിക്കുക. ഒപ്പം കൗൺസിലിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾക്കും അന്തിമ രൂപമാകും. ശനിയാഴ്ച ഉച്ചയോടെ പ്രധാനമന്ത്രി നഗരത്തിലെത്തും. കടപ്പുറത്തു ചേരുന്ന പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഴയകാല ജനസംഘം പ്രവർത്തകരെയും അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാളികളെയും ആദരിക്കും. പ്രധാനമന്ത്രിയും അധ്യക്ഷനും ചടങ്ങിൽ പങ്കെടുക്കും. 25-ന് സ്വപ്നനഗരിയിലാണ് കൗൺസിൽ യോഗം ചേരുക. പാർട്ടിയുടെ വളർച്ചയും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമടക്കം ഏറെ പ്രാധാന്യമുള്ള സമ്മേളനത്തിനാണ് കോഴിക്കോട് വേദിയാവുന്നത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി, ദേശീയ അധ്യക്ഷൻ, മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ അടക്കം 2000-ലേറെ പ്രതിനിധികൾ സന്നിധരാകും. 1967-ൽ ജനസംഘം കേരളത്തിൽ നടത്തിയ സമ്മേളനത്തിന്റെ 50-ാം വാർഷികാഘോഷം കൂടിയാണിത്. അതോടൊപ്പം ഹൈന്ദവ രാഷ്ട്രീയത്തിന് അടിത്തറയിട്ട ദീനദയാൽ ഉപാധ്യായയുടെ 100-ാം ജന്മദിനാഘോഷം കൂടിയാണ് കൗൺസിൽ. അരനൂറ്റാണ്ടു മുമ്പ് ആതിഥ്യം വഹിച്ച ജനസംഘം ദേശീയ സമ്മേളനത്തിന്റെ ഓർമ്മ പുതുക്കി BJP ദേശീയ കൗൺസിലിന് സാമൂതിരിയുടെ മണ്ണിൽ തിരശ്ശീലയുയർന്നു. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം 3 നാൾ കോഴിക്കോട് നഗരത്തിലായിരിക്കും. പഴുതുകളെല്ലാം അടച്ച് സുരക്ഷയൊരുക്കി പോലീസ് സന്നാഹവും ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം കോഴിക്കോട് നിന്നും നയൻതാര, AC ന്യൂസ്.